വിഴിഞ്ഞം ഭൂഗർഭ റെയിൽവേ വരുന്നത് മത്സ്യത്തൊഴിലാളികളെ ഉന്മൂലനം ചെയ്യാനാണെന്ന ഭയമുണ്ടെന്ന് വിഴിഞ്ഞം ഇടവക കൗൺസിൽ. തങ്ങൾ ആരും വികസനത്തിനെതിരല്ല, എന്നാൽ 3000-ഓളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിലൂടെ ഭൂഗർഭ റെയിൽവേ പാത വരുന്നത് ജനത്തിന് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് തന്നെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടവക. ഞങ്ങളാരും വികസനത്തിനൊന്നും എതിരല്ല. ഞങ്ങളാലാകുന്ന രീതിയിലെല്ലാം സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ജനങ്ങളുടെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി അവരെ പാനിക്കാക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് ഈ തുരങ്കപാത എന്ന് പറഞ്ഞ് കാണുന്നത്. ഒരു ഭാഗത്ത് അവിടെ പകുതി ഒതുക്കി, ഇവിടെയും പകുതി ഒതുക്കി, നിലവിലുള്ള ഇത്രയും ഒരു ഭാഗത്തിന് വീണ്ടും കീറി മുറിക്കുന്ന രീതിക്കാണ് ഈ റെയിൽവേ ഇപ്പോൾ തുരങ്കപാത നമ്മുടെ മേഖലയോട് വരാൻ വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഞങ്ങളിത് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഈ തുരങ്കപാത നിർമ്മാണത്തിലുള്ള ആശങ്ക ഇവർ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. സ്മൃതി, കഴിഞ്ഞ വർഷം ഡിസംബർ മാസമാണ് വിഴിഞ്ഞം ഇടവക ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനും നേരിട്ട് കത്ത് നൽകിയത്. പക്ഷേ ഇത്രയും മാസങ്ങളായിട്ടും ഇവരെ ചർച്ചയ്ക്ക് വിളിക്കുകയോ ഇത് സംബന്ധിച്ചൊരു മറുപടി നൽകാനോ വകുപ്പ് മന്ത്രിമാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ വിഴിഞ്ഞം ഇടവകയെ സംബന്ധിച്ച് ഏറെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് നൽകിയ DPRന് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഇപ്പോൾ ഈ തുരങ്കപാത നിർമ്മിക്കാനായിട്ടുള്ള നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു നീക്കം അല്ലെങ്കിൽ ഈ പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭ പച്ചക്കൊടി നൽകിയതിന് പിന്നാലെയാണ് വിഴിഞ്ഞം ഇടവക വീണ്ടും ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർ നിലവിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തുറമുഖം വന്നപ്പോൾ തന്നെ അവരുടെ ഭൂമി ഏറെക്കുറെ നഷ്ടമായി. ഇനിയുള്ള ഭാഗത്തിൽ നിന്നും, അതായത് നിലവിൽ ആദ്യത്തെ DPR പ്രകാരം മുക്കോലയിൽ നിന്നും വയൽക്കര വഴിയായിരുന്നു പാത വരാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീടത് ആ പദ്ധതിയിൽ നിന്നും ആ പ്ലാൻ മാറ്റി പുതിയ പാത വരുന്നത് കോട്ടപ്പുറം, തെന്നൂർക്കോണം മുതൽ കോട്ടപ്പുറം വഴിയാണ് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് ഈ തുരങ്കപാത വരുന്നത്. ഇങ്ങനെ ഒരു പാത വരുമ്പോൾ വിഴിഞ്ഞം ഇടവകയെ പൂർണ്ണമായിട്ടും കീറി മുറിച്ചുകൊണ്ടാണ് ഈ പാത വരുന്നത്. അങ്ങനെ വരുമ്പോൾ 3000-ഓളം ജനങ്ങൾ താമസിക്കുന്ന, തിങ്ങിപ്പാർക്കുന്ന ജനങ്ങളെയായിരിക്കും ഈ പദ്ധതി ബാധിക്കുക. ഒട്ടനവധി സ്കൂളുകളുണ്ട്, പള്ളികളുണ്ട്, ഇതെല്ലാം ഒരു ജനതയെ ബാധിക്കുന്നു. അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിട്ട് ഒരു വികസനം വരുന്നു എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിലൊരു പദ്ധതി വരുമ്പോൾ ആരും തന്നെ വികസനത്തിന് എതിരല്ല, പക്ഷേ അവരുമായി കൂടിയാലോചിച്ച് അവരുടെ പ്രശ്നങ്ങൾ കൂടി കേൾക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ഇടവക ഉന്നയിക്കുന്നത്. അല്ലാത്ത പക്ഷം അവരുടെ ആ ജനങ്ങളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നീക്കമാണോ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സംശയം ഇപ്പോൾ ഇടവകയ്ക്കുണ്ട്. അതുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് നിലവിൽ 2 കത്തുകൾ നൽകി വിസിലിനും ഡയറക്ടറിനും ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. ചർച്ചയ്ക്ക് വിളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇടവക കഴിയുന്നതെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഇടവക കൗൺസിൽ കൂടിയാലോചിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് അനുകൂല സമീപനം ഉണ്ടായില്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ കൂടി ആലോചിക്കുമെന്നാണ് സ്മൃതി അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.